ട്യൂബിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവരെ പോലെ തന്നെ നിരവധി ആളുകൾ മിസ്സിംഗ് ആണ്, കാണാതായിട്ടുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് വന്ന് ചേർന്ന മണ്ണിനടിയിൽ നിന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പലതും ശരീരഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. പൂർണ്ണമായ ഡെഡ് ബോഡീസ് വളരെ ചുരുക്കമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. മണ്ണിനടിയിൽ എത്ര പേരാണ് ഇനിയും മരണപ്പെട്ട് കിടക്കുന്നതെന്നോ ജീവനോടെ ഉണ്ടോ എന്നുള്ളതും ഇനിയും പുറത്ത് വരാനിരിക്കുന്ന വാർത്തകളാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, കാണാതായവരുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് നടപടികൾ എന്നുള്ളത് സംബന്ധിച്ചാണ്. അത് നമ്മുടെ കുടുംബത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഈ ദുരന്തം മാത്രമല്ല, പല സാഹചര്യങ്ങളിലും നമ്മുടെ നാടിൽ പലരെയും കാണാതാകുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ പലരെയും കാണാതാകുന്നുണ്ട്. പണ്ട് നാട് വിട്ടു പോവുക എന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പല ആളുകളും വീട്ടിലെ പ്രയാസങ്ങൾ കാരണം ജോലി അന്വേഷിച്ചും മറ്റും നാട് വിട്ടു പോവുകയും പിന്നീട് ഒരിക്കലും തിരിച്ച് വരാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ്റെ അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് കാണാതായിട്ടുണ്ട്. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്നും പോയി. പക്ഷേ എവിടെയാണ് എന്നുള്ളത് 45 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ മാധ്യമപ്രവർത്തകൻ വളരെയേറെ അന്വേഷണം അദ്ദേഹത്തിൻ്റെ എല്ലാ റൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടും ചെയ്തിട്ടും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ജീവിച്ചിരിപ്പുണ്ടോ അഥവാ മരണപ്പെട്ടോ എന്നുള്ള കാര്യം അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി മിസ്സിംഗ് ആയാൽ സാധാരണഗതിയിൽ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എന്നുള്ള വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒരാളെ കാണാതായാൽ 7 വർഷമാണ് അദ്ദേഹത്തിന് ഈ മിസ്സിംഗ് പീരീഡ് എന്നുള്ള ഒരു കണക്കിൽ അദ്ദേഹം മരണപ്പെട്ടതായി കണക്കാക്കും. 7 വർഷം തുടർച്ചയായി, ശ്രദ്ധിച്ചു കേൾക്കുക, തുടർച്ചയായി ഒരു വ്യക്തിയെ കാണാതായാൽ അദ്ദേഹം മരണപ്പെട്ടതായി കണക്കാക്കി കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മരണ സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. ഒരു വ്യക്തി മരിച്ചു എന്നുള്ള സ്ഥിരീകരണം നൽകുന്ന റെക്കോർഡാണ് മരണ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്. സാധാരണ നിലയിൽ വീട്ടിൽ വെച്ച് മരണപ്പെട്ടാൽ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യണം. ലോക്കൽ ബോഡി ആണ് ലോക്കൽ രജിസ്ട്രാർ. അത് ഡെത്തിൻ്റെയും ബർത്തിൻ്റെയും ലോക്കൽ രജിസ്ട്രാർ എന്ന് പറയുന്നത് പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ കോർപ്പറേഷൻ മുനിസിപ്പൽ സെക്രട്ടറിമാർ, ഇവരാണ് ലോക്കൽ രജിസ്ട്രാർ എന്ന് പറയുന്നത്. ഈ തലങ്ങളിലൊക്കെ ഇവർ അതിൻ്റെ ചുമതല ഡെലിഗേറ്റ് ചെയ്ത് സാധാരണ ഇതിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നിർവഹിക്കാറുണ്ട്. അപ്പോൾ ഈ രജിസ്റ്റർമാരുടെ മുമ്പാകെ വീട്ടിൽ വെച്ച മരണമോ ജനനമോ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഈ റിപ്പോർട്ട് ലോക്കൽ ബോഡിയിൽ പോവുകയും ചെയ്യും. പക്ഷേ ഈ വയനാട് പോലുള്ള സ്ഥലത്ത് ഇതേപോലെ ദുരന്തം സംഭവിച്ചാൽ, നേരത്തെ ഓഖി ദുരന്തം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചാൽ 7 വർഷം വരെ ഈ തരത്തിൽ അവരുടെ മരണം സ്ഥിരീകരിക്കാത്ത സാഹചര്യം വന്നാൽ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അങ്ങനെ വരുമ്പോൾ ഇതിന് ഒരു പ്രത്യേക സാങ്ഷൻ വാങ്ങും. അത് സാധാരണ രീതിയിൽ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ബർത്തിൻ്റെയും ഡെത്തിൻ്റെയും ഒക്കെ അതോറിറ്റി. ഒരു സെൻട്രൽ ഏജൻസിയാണത്. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ രജിസ്ട്രാർ. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ ഞാൻ പറഞ്ഞ ലോക്കൽ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നത്. അപ്പോൾ രജിസ്ട്രാറോട് ഓഖി ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ സർക്കാർ ഒരു പ്രത്യേക റിക്വസ്റ്റ് കൊടുക്കുകയും അവർക്ക് മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ ഒരു പ്രത്യേക ഉത്തരവ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകുകയും ചെയ്തു. ഇപ്പോൾ വയനാടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും ഒരാളെ മിസ്സിംഗ് ആണെങ്കിൽ അടിയന്തരമായി നിങ്ങൾ ചെയ്യാനുള്ളത് ആ വിവരം റിപ്പോർട്ട് ചെയ്യുക. കാണാതായാൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾ സാധാരണയിൽ നമ്മൾ അടുത്ത ബന്ധുക്കളുടെ വീട്ടിലോ സുഹൃത്തുക്കളുടെ വീട്ടിലോ ഒക്കെ അന്വേഷിക്കും, സമീപ പ്രദേശങ്ങളിലൊക്കെ അന്വേഷിക്കും. യാതൊരു തുമ്പും കിട്ടാത്ത സാഹചര്യത്തിൽ അടിയന്തരമായി പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ട് സ്ഥിരീകരിക്കപ്പെടുന്നത് പോലീസ് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്താതെ വരുമ്പോൾ പോലീസ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞൊരു കേസ് രജിസ്റ്റർ ചെയ്ത് എൻക്വയറി നടത്തും. നിരവധി എൻക്വയറികൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ആളുകൾ മിസ്സിംഗ് ആയവരെ കണ്ടെത്താനായിട്ട്. ചിലരെ കണ്ടെത്തിയിട്ടുണ്ട്,
ചിലരുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്, ചിലരെ ഇതുവരെയും സുമാരക്കുറിപ്പിന് നിങ്ങൾക്കറിയാം, ഇതുവരെയും അദ്ദേഹം മിസ്സിംഗ് ആണ്, അദ്ദേഹത്തിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നിരവധി ആളുകൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ ഏത് അടിസ്ഥാനത്തിലാണ് ഈ മരണ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്? ഒന്ന്, അടുത്ത ബന്ധുവിൻ്റെ പരാതി, അത് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്ന ആദ്യത്തെ പരാതിയാണ്. ആ പരാതിയും അതിനെ തുടർന്നുള്ള പോലീസ് കേസും, ശേഷം നോട്ടറി പബ്ലിക്കിൻ്റെ ഒരു അഫിഡാവിറ്റ് എടുക്കും. നോട്ടറി പബ്ലിക്ക് നൽകുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്, അത് വേണം. തഹസിൽദാരുടെയോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെയോ ഒരു ഉത്തരവ് വേണ്ടി വരും. ഇത് ഈ മിസ്സിംഗ് ആയ വിവരം പത്രത്തിലോ ഗസറ്റിലോ നൽകും. അത് ഒരു വാർത്ത പോലെയല്ല, ഒരു പരസ്യം പോലെയാണ് അത് നൽകുക. പത്രത്തിലോ ഗസറ്റിലോ നൽകും. അതിനെ തുടർന്നൊരു 30 ദിവസത്തെ സമയം ആർക്കെങ്കിലും ഇതിനെതിരെ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ ഫയൽ ചെയ്യാൻ അവസരം കൊടുക്കും. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമല്ലോ. കാരണം ഒരാൾ കാണാതായി, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇതുവരെയും കഴിഞ്ഞ 7 വർഷത്തെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യുക. 7 വർഷത്തോളം ആയി അദ്ദേഹത്തിനെ കാണാതായിട്ടുണ്ട്, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എന്ന നിഗമനത്തിൽ എത്തുന്നതിനെതിരെ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ 30 ഡേയ്സിനുള്ളിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആണ് ഈ പരസ്യം കൊടുക്കുന്നത്. തുടർന്നാണ് ഈ പരസ്യം വന്ന് 30 ദിവസത്തിനകം ആരും ആക്ഷേപമൊന്നും സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ ഈ വ്യക്തി മരണപ്പെട്ടതായി തന്നെ കണക്കാക്കി മരണ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും തുടർന്ന് അദ്ദേഹത്തിന് കിട്ടേണ്ടതായ എല്ലാ നഷ്ടപരിഹാരങ്ങളും നൽകുകയും ചെയ്യും എന്നുള്ളത്. അദ്ദേഹത്തിനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക്. ഈ കാണാതായ ആൾ, ഇല്ലെങ്കിൽ മിസ്സിംഗ് ആയ ആൾ മരണപ്പെട്ടു എന്ന നിഗമനത്തിലെത്തിയാൽ പിന്നെ അയാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അയാൾ അനന്തരാവകാശികൾക്കാണ് ഈ അദ്ദേഹവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരമായാലും അദ്ദേഹത്തിന് കിട്ടേണ്ടതായ തുകകളായാലും എന്തും അനന്തരാവകാശികൾക്ക് നൽകുന്നത് ഈ പറഞ്ഞ പ്രോസസ്സിന് ശേഷമായിരിക്കും എന്ന് ഓർക്കുക. ഈ ഓഖി ദുരന്തത്തിൽ ഇതുപോലെ സംഭവിച്ചു. ഏതാണ്ട് 20 ലക്ഷം രൂപയാണ് അന്ന് നഷ്ടപരിഹാരമായി ഓഖി ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് നൽകിയത്. മിസ്സിംഗ് ആയവരെയും അതുപോലെ കണക്കാക്കി ചെയ്തിരുന്നു. ഗോൾഡ് ലോൺ ഒഴികെ ഉള്ള എല്ലാ വായ്പകളും എഴുതിത്തള്ളുകയാണ് ചെയ്തത്. ഏകദേശം തിരിച്ചടവിൻ്റെ 60% CMDRF, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും നൽകുകയും ബാക്കി തുകയെല്ലാം അതാത് ബാങ്കുകൾ എഴുതിത്തള്ളുകയും ചെയ്തു. അന്ന് 52 മരണമാണ് ഉണ്ടായത്. 91 പേരെ ഓഖി ദുരന്തത്തിലെ മിസ്സിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ നഷ്ടപരിഹാരം അവരുടെ മാതാപിതാക്കൾക്കും മക്കൾക്കുമായി വീതിച്ച് നൽകുകയാണ് ചെയ്തത്. അത് വീതിച്ച് നൽകി എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ട് 5 വർഷത്തെ ഫിക്സഡ് ഡിപ്പോസിറ്റാക്കി മാറ്റി. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് മാത്രം, പലിശ മാത്രം അവർക്ക് എടുക്കാം. ബാക്കി 5 വർഷം കഴിഞ്ഞ് മാത്രമേ പിൻവലിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ എന്തെങ്കിലും ഒരു വിവാഹ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത് ഇടയ്ക്ക് പിൻവലിക്കാൻ അനുവാദം നൽകുകയും ചെയ്തുകൊണ്ടാണ് ഉത്തരവ് നൽകിയത്. ഇവിടെ ഇപ്പോൾ 219 മരണം വയനാട്ടിൽ നടന്നു. എത്രത്തോളം മിസ്സിംഗ് ആളുകൾ ഉണ്ട്, അഥവാ അവരുടെ ഡെഡ് ബോഡി കാണാതായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സ്ഥിരീകരണം ഇനി വരാനുണ്ട്. എന്തായാലും ഇതാണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, ഈ സംസ്ഥാനത്ത് ആർക്കും ഇതുപോലുള്ള ഒരു ദുരന്തത്തിൽ ആളുകളെ നഷ്ടപ്പെടാൻ ഇടയാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മരിക്കാൻ ഇടയാകരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർക്കുക, ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മിസ്സിംഗ് ആയാൽ ഞാൻ പറഞ്ഞതുപോലെ അടിയന്തരമായി പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. തുടർന്നാണ് പ്രോസസ്സിങ് പലതും നടക്കേണ്ടി വരിക. പോലീസ് റിപ്പോർട്ടാണ് ഇതിൻ്റെ ഫസ്റ്റ് ബേസ് എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പോലീസ് റിപ്പോർട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഒട്ടും അമാന്തിക്കാതെ ഈ മരണം റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി.